രാവിലെ എണീറ്റേ ഒന്ന് കുളിച്ച് ഒരു തിരിയൊക്കെ കത്തിച്ച് ഒരു സിന്ദൂരമൊക്കെ തൊട്ടതാ വരുന്ന വരക്കോ കേട്ടോ. എന്തൊക്കെയോ ഒരു വല്ലായികയായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോ. ആകെ ഒരു മൂഡ് ഓഫ്. എന്തായാലും മൂഡ് ഓഫ് എന്നും പറഞ്ഞോ വയ്യായിക എന്നും പറഞ്ഞ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പണി തുടങ്ങാം. ബാ, ഇത് ഞാൻ തലേന്ന് അരിഞ്ഞു വെച്ച കുറച്ച് കോവയ്ക്ക കേട്ടോ. ഇത് കോവയ്ക്ക തലേന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാ. ഇതിനകത്ത് മഞ്ഞപ്പൊടി, കുറച്ച് മുളകിന്റെ ചതച്ചത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഞവടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തലേന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്താട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് നമ്മൾ കോവയ്ക്ക വിഴുക്ക് വരട്ടത്തില്ലേ, അതുപോലെ വിഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഇത് തലേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ലൊരു ടേസ്റ്റും. ഇത് ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ എപ്പോഴും കണ്ട കേട്ടോ. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാ. പക്ഷെ ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പൊ കുറെ നാളുകൊണ്ട് അങ്ങനെ ചെയ്യും. അല്ലാതെ വട്ടത്തിലും അരിഞ്ഞ് ചെയ്യും, ഇങ്ങനെയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ്, കുറച്ച് നല്ല എരിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, തിന്നാനും ഒരു രസമായിരിക്കും. നമ്മളൊരു ഫ്രൈ ചെയ്തിരും ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ ഒന്ന് ഫ്രൈ ആയി വരാം. അത് കടുക് പൊട്ടിച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടൊന്ന് ഇങ്ങനെ വാട്ടിയാൽ മതി. കുറച്ചധികം സമയം എടുക്കും കേട്ടോ. ഇത് വാണ്ടി ഇങ്ങനെ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, നമ്മൾ ആ ഒരു രീതിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ പെട്ടെന്ന് അങ്ങ് വാടി കിട്ടത്തില്ല. അത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങാം കേട്ടോ. രാവിലത്തെ പണി ഇത് ഇന്നലെ തലേന്ന് മലക്കറിയൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പണി എളുപ്പമാവും. അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ തിരിഞ്ഞ് വെക്കാമെന്ന് വെച്ചാൽ ഇന്ന് തേങ്ങാക്കറി കേട്ടോ വെക്കുന്നത്. തേങ്ങ അരച്ചിട്ട് മീൻകറി വെക്കാൻ വെച്ചിട്ട്. അപ്പൊ അച്ചു എണീറ്റ് സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ കാപ്പിക്ക് വെള്ളം അടുപ്പിലോട്ട് വെച്ചേട്ടോ. രാവിലെ ചായ കുടിക്കത്തില്ല, കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കട്ടൻ ചായക്ക് വേണ്ടിയിട്ടുള്ള ചരുമത്തിന്റെ കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ തേങ്ങ തിരിങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. തേങ്ങ എനിക്ക് കൈക്ക് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് തിരിങ്ങി തരാനാ. പക്ഷെ എണീറ്റ് വന്ന് താമസിക്കും, അപ്പോഴത്തേക്ക് നമ്മുടെ പണി നടക്കത്തില്ലല്ലോ. ഇവരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചെയ്ത് നമ്മുടെ പണി പെട്ടെന്ന് തീരത്തില്ല. പിള്ളേർ സമയത്ത് വിടണ്ടേ, അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്തു വെക്കും. അപ്പോഴത്തേക്കൊക്കെ എണീറ്റ് വന്ന് കുറച്ച് തിരിങ്ങിയൊക്കെ തരും കേട്ടോ. അപ്പൊ പഞ്ചസാരയൊക്കെ ഇട്ട് കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിട്ടോ. കാപ്പിയൊക്കെ നോക്കി ഇങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ കുളിച്ചിട്ട് വരുമ്പോ ഒരു ഉന്മേഷോ. പക്ഷെ ഇന്ന് എന്തോ ഒരു വല്ലായികയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ചെയ്തല്ലേ പറ്റൂ. അപ്പൊ കാപ്പി ഒഴിക്കാൻ വേണ്ടി നമുക്ക് കപ്പൊക്കെ എടുത്തോണ്ട് വന്നു. ബാക്കി തേങ്ങയും കൂടെ തിരിങ്ങിട്ട. തേങ്ങ മേടിച്ചോണ്ട് വന്നത് കൊള്ളത്തില്ലായിരുന്നു. തേങ്ങയ്ക്ക് വിലയും മേടിക്കുന്ന പകുതി മുക്കാലും കൊള്ളത്തുമില്ല. ഇപ്പൊ ഇവിടുത്തെ സ്ഥിര സംഭവം. വാടിയ തേങ്ങ സ്മെല്ലും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ പുട്ട് ഒഴുങ്ങാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഭാഗം മാറ്റിയിട്ട് എടുത്തു കേട്ടാ. അങ്ങനെ ഞാൻ പോയി ബാക്കി തലക്കിടന്ന് തോർത്തൊക്കെ അഴിച്ചു മാറ്റി ഇതേ വന്നു. അപ്പോഴത്തേക്ക് അച്ചു എണീറ്റ് വന്നു തേങ്ങയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ തേങ്ങ കൊള്ളത്തില്ലായിരുന്നു, ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ്, മണപ്പിച്ചൊക്കെ നോക്കട്ടെ. എന്തോ ഒരു വാടിയ സ്മെല്ല്. നമ്മൾ മേടിക്കാത്തത് ഭാഗ്യം, അവര് തന്നെ മേടിച്ചുകൊണ്ട് വന്നത് കൊണ്ട് ഒന്നും പറയാനില്ല. നമ്മളായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കേൾക്കണമായിരുന്നു. ഒന്നും നടന്നില്ല, അങ്ങനെ അങ്ങ് പോയി. അവയെ നമ്മൾ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. പുട്ട് പുഴുങ്ങുന്ന തലേന്ന് ആട്ടിയ മാവിന് ഒന്നും ഇടില്ല, അരയോ ഉഴുന്നോ ഒന്നും ഇടത്തില്ല. ചില ദിവസം നമ്മൾ മറന്നു പോകും, ചില ദിവസം അല്ല മിക്കവാറും മറന്നു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുട്ട് ഉപ്പുമാവ് അങ്ങനെ മാറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പുട്ടെന്നൊക്കെ ഉപ്പുമാവെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ അലർജിയാണ്. എന്നാലും നമ്മൾ പറയുമ്പോൾ കൊടുക്കും, അങ്ങ് തിന്നും, അങ്ങനെയൊക്കെ അങ്ങ് പോകും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യണേ, എന്നും ഒന്നും അരിയാട്ടാനൊക്കെ പറ്റുമെന്നല്ലേ. അപ്പൊ നമ്മളിത് മാവ് കുഴച്ചെടുക്കുകയാണ്. ഞാൻ കുറച്ച് അതിനകത്തോട്ട് ഉപ്പിട്ടെ ഇങ്ങനെ ഞവിടെ എടുക്കട്ടോ. പണ്ടൊക്കെ ഞാൻ പുട്ട് പുഴുങ്ങുമായിരുന്നു. കൊളക്കട്ടയാണോ പുട്ടാണോ എന്ന് സംശയമായിരുന്നു ആദ്യ കാലങ്ങളിൽ, പുട്ട് ഉണ്ടാക്കുന്ന കാലങ്ങളിൽ കേട്ടോ. എന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരിക്കൽ എന്റെ അനിയൻ ഹസ്ബൻഡിന്റെ അനിയനെ പുട്ട് പുഴുങ്ങി കൊടുത്തപ്പം അവൻ തന്നെ ചോദിച്ചത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാനും അറിയുന്നത് എങ്ങനെയൊക്കെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വലിയ പാടാ. പിന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറെ നാള് വരെ ഈ പുട്ടിന്റെ മാവ് ഞവടി എടുക്കുന്നത് ദേഷ്യം എനിക്കില്ലായിരുന്നു. ഞാൻ ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു പുട്ട്. എനിക്ക് ഉണ്ടാക്കാൻ തന്നെ ദേഷ്യമായിരുന്നു. ഇത് ഞാൻ അങ്ങോട്ട് ആ തിരുമി കറക്റ്റ് ആയിട്ട് വരത്തില്ല. ചിലവരൊക്കെ തിരുമി എന്ത് സോഫ്റ്റ് ആയിട്ടായിരുന്നു. ഇപ്പം പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഗോതമ്പ് മാവാണെങ്കിൽ തിരുമി എടുക്കാൻ വലിയ പാടാ. അരിപ്പൊടിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പെട്ടെന്ന് വരും ഗൈസ്. ഇത് കുറച്ച് കട്ടിയൊക്കെ വെള്ളം കൂടി പോയാൽ അത് കുളമാവും. ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്തേട്ടാ. കാരണം അല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. തേങ്ങ എടുക്കാൻ ചെല്ലുമ്പോഴേ അച്ചു കിടന്ന് പറയാൻ നോക്കും, തേങ്ങ എടുക്കണ്ട, തേങ്ങയ്ക്ക് ഭയങ്കര വിലയാ, തേങ്ങയ്ക്ക് ഭയങ്കര വിലയാന്ന്. തേങ്ങയ്ക്ക് വിലയാണെന്നും പറഞ്ഞാൽ നമുക്ക് ചേർക്കേണ്ടത് ചേർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങ് ചേർക്കുന്നു. അങ്ങനെ നമ്മൾ പോയി പുട്ടൂറ്റിയൊക്കെ എടുത്തോണ്ട് വന്നു. പുട്ടൂറ്റി ആവി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തെ അടുപ്പിലോട്ട് എടുത്ത് വെച്ച് കോവയ്ക്കാണ്. അത് കുറച്ച് വലിയ അടുപ്പാ, ഇത് കുറച്ച് ചെറിയ അടുപ്പാ. ഈ ചെറിയ അടുപ്പിലോട്ട് പുട്ടൂറ്റി എടുത്ത് വെച്ചില്ലെങ്കിൽ ഗ്യാസ് എല്ലാം പുറത്തു പോകും. അപ്പൊ ഞാൻ ഉള്ളി എരിയാൻ വേണ്ടിയിട്ട് ഉള്ളി എടുത്ത് വെച്ചതാ മീൻ കറിക്ക്. അപ്പോഴാണ് ഓർത്തത് കണ്ണാടി എടുത്ത് വെച്ചില്ല. എനിക്കിങ്ങനെ സൂക്ഷിച്ചൊന്നുമില്ല നോക്കാൻ പറ്റത്തില്ല കേട്ടോ കണ്ണാടി ഇല്ലാതെ ഒന്നും നടക്കും, പക്ഷെ എന്തോ ഒരു ബാലൻസ് ഇല്ലായ്മ കിട്ടും. പക്ഷെ ഒന്നിലും സൂക്ഷിച്ച് നോക്കാൻ പറ്റത്തില്ല. ഞാൻ വെള്ളം രാവിലെ തിളപ്പിക്കാൻ വെച്ചത് അതിനകത്തോട്ടൊരു ഗ്രാമ്പു എടുത്തിടാൻ പോയതാട്ടാ. ചില സമയത്ത് പതിമുഖത്തിന്റെ പൊടിയിടും, ചിലപ്പോൾ ഗ്രാമ്പു ഇടും, ചിലപ്പം നമ്മള് പേരക്കയുടെ ഇലയിടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിക്കും. ഇവിടെ അങ്ങനെ സ്ഥിരം ഒന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇടും. അങ്ങനെ ഉള്ളിയൊക്കെ തെളിച്ച് വെക്കാന്ന് വെച്ചാൽ തേങ്ങ തിരിഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഉള്ളി തെളിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ആക്കാമല്ലോ.
പിള്ളേർക്ക് ഈ സ്കൂളിൽ കൊണ്ടുപോകാൻ ഈ മീൻകറിയും ഈ ചോറും ഇതും എല്ലാം കൊടുത്തു വിടുന്നോണ്ട് നമുക്ക് രാവിലെ തന്നെ പണി അങ്ങ് തീർന്നു കിട്ടും കേട്ടോ. ഇവർക്ക് സ്കൂളിൽ പോകേണ്ട വലിയ താമസം. അപ്പൊ ഞാൻ ജാർ എടുത്തോണ്ടോ, അതിനകത്ത് ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ഒരു ഇച്ചിരി ഇഞ്ചിയും ഒരു 3-4 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി, തേങ്ങാരക്കറി വെക്കുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടി, ഒരു ശകലം അരക്കരണ്ടി, പിന്നെ ഒരു 2-3 എന്തുവാ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒരു ഇച്ചിരി ഉലുവാപ്പൊടി, ഒരു ശകലം ജീരകപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നല്ല തേങ്ങ നോക്കി കുറച്ച് തേങ്ങ വാരിയിട്ടതാട്ടോ. കാരണം ആ സ്മെല്ല്, ഒരു ചെറിയ സ്മെല്ല് മീൻസ് അതിന്റെ ഒരു എന്തുവാ വാടിയൊരു തേങ്ങ ഉണ്ടല്ലോ, അതിന്റെ ഒരു സ്മെല്ലാ. അത് ഞാൻ പുട്ടിനൊക്കെ എടുക്കാന്ന് വിചാരിച്ചു. അരിയൊക്കെ ആട്ടാകുമ്പോൾ എടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോഴത്തേക്ക് ഇത് ഒരു കുറ്റി പുട്ടിന് ആവി വന്ന്. നമ്മളൊരു 2-2.5 കുറ്റി പുട്ടൊക്കെ പുഴുങ്ങത്തുള്ളൂ കേട്ടോ. അതിൽ കൂടുതലൊന്നും പുഴുങ്ങത്തില്ല. അതൊക്കെ മതി ഇവിടെ രാവിലത്തേക്ക്. അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ വാരിയിട്ടില്ല. അച്ചുകൊണ്ട് തന്നെ ഓട്ടിക്കും കേട്ടോ. കാരണം തേങ്ങയ്ക്ക് ഭയങ്കര വിലയാന്നും പറഞ്ഞു. എന്നാലും ഒരു ആഡംബരത്തിന് തേങ്ങ വേണ്ടേ? പുട്ടിനല്ലെങ്കിൽ എന്ത് തോന്നും കുറ്റിയിലിരിക്കുമ്പോ അല്ലേ? അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അങ്ങ് വാരിയിട്ട്. ആ കോവയ്ക്കുണ്ട്, അത് കുറച്ച് സമയം എടുക്കും കേട്ടോ. അതിന്റെ പുറകെ ഒന്നും പോവേണ്ട, അത് അവിടെ നിന്ന് അതിന്റെ പരിപാടിയൊക്കെ നടത്തിക്കോളും. പതുക്കെ ആവത്തോളും. ഞാൻ അപ്പോഴത്തേക്ക് ചട്ടിയും കൂടെയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അരച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഈ അരപ്പ് അങ്ങോട്ട് അതിനകത്തോട്ട് ഇടാം കേട്ടോ. അരപ്പ് അതിനകത്ത് അങ്ങ് ഇട്ട്. നിങ്ങൾ ഇങ്ങനെ തേങ്ങാക്കറി വെക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ തേങ്ങാക്കറി വെക്കുന്ന. ഞാൻ പണ്ടേ ഇങ്ങനെ പഠിച്ച് ശീലിച്ചത് കൊണ്ട് ഇങ്ങനെ തേങ്ങയും ഇതെല്ലാം കൂടെ അരച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് കഴുകി ഒഴിക്കും. ആ പാത്രവും എല്ലാം കൂടെ കഴുകി ഒഴിച്ച് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി മീനിടാം. അങ്ങനെ സാധാരണ ചെയ്യുന്നത്. പലരും പല രീതിയിലാട്ടോ ചെയ്യുന്നത്. ഞാൻ ചെട്ടിനാടി വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ചേച്ചി വരുമായിരുന്നു, ചിത്ര ചേച്ചി അവിടെ മേഡമൊക്കെ അങ്ങ് എറണാകുളത്തുള്ളായിരുന്നേ. അപ്പൊ അവരൊക്കെ വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നേ. ഉള്ളിയൊക്കെ വാട്ടിയിട്ട് തേങ്ങാപ്പാലൊക്കെ കട്ടിക്ക് പിഴിഞ്ഞൊഴിച്ച് അങ്ങനെയൊക്കെ വെക്കുന്നതെന്ന് പറയുന്ന കേൾക്കാം ചിത്ര ചേച്ചി. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടോ വെക്കുന്നത്, തേങ്ങ ഇങ്ങനെ അരച്ചെടുത്ത്. പിന്നെ അത് പുളിയൊന്ന് പിടിച്ച് ഇന്നലെ തലേന്ന് പിഴിഞ്ഞ് അതിന്റെ ബാക്കിയായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന കേട്ടോ. ഇതിനൊന്നും കളയാൻ പറ്റത്തില്ലെന്ന്, ഇതിന് മേടിക്കാൻ ചെന്ന മുടിഞ്ഞ വിലയാ. അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനെ കുത്തി പിഴിഞ്ഞെടുക്കും. എപ്പോൾ പുളി പിഴിഞ്ഞാലും ഞാൻ കുറച്ച് ബാക്കിയെങ്കിലും എടുത്ത് വെച്ചിരിക്കും. പിന്നെ ഒരു വട്ടവും കൂടെ അതിനെ പിഴിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് പിഴിഞ്ഞൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കേട്ടോ. വീഡിയോ പിടിക്കാൻ വേണ്ടി വെച്ചിരുന്ന കേട്ടോ. അത് ഓണാക്കിയെന്ന് വെച്ചാൽ അരിഞ്ഞിട്ടതാ. പിന്നെയാണ് മനസ്സിലായത് ഓണായില്ലെന്ന്. വീഡിയോ പിടിക്കുമ്പോൾ മിക്കവാറും ഇങ്ങനെ കേട്ടോ ഓണായെന്ന് വിചാരിച്ച് എടുത്തിട്ട് കൊടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഓണായി കാണത്തില്ല. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ഓഫായിരിക്കുന്നത്. അപ്പൊ അതിനെടുത്ത് ഞാൻ ചെറിയ അടുപ്പിലോട്ട് വെച്ചേട്ടാ. അപ്പൊ അവിടെ നിന്ന് അപ്പോഴത്തേക്ക് തിളയ്ക്കുമല്ലോ, ബാക്കിയെല്ലാം വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് പുട്ടുകുറ്റി വെന്ത് അവസാനം ലാസ്റ്റ് ശകലം പുട്ട് മാവുണ്ടായിരുന്നു, ഗോതമ്പ് മാവ്, അതും കൂടെ എടുത്ത് വെച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടിന്റെ പരിപാടിയായിരുന്നു. ഈ മീനായിരുന്നു കേട്ടോ. ഇതിന് പറയുന്ന കുറ്റേന്നാണ് കേട്ടോ ഇവിടെ. എനിക്ക് സത്യത്തിൽ എല്ലാ മീൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. കുറച്ച് മീൻ്റെയൊക്കെ പേരറിയാം, അതൊക്കെ വെച്ചങ്ങ് പറയുമെന്ന്. എല്ലാ മീനും ഒന്നും പേരറിയത്തില്ല. ഈ കുറ്റയ്ക്കകത്ത് നിറച്ച് മുള്ളായതുകൊണ്ട് അതിങ്ങനെ കുഞ്ഞാട്ട് വരും. എനിക്ക് ഒരുത്തൻ പറഞ്ഞു തന്നെ കേട്ടോ. ഇതിങ്ങനെ ഈ കുറ്റ വാങ്ങിച്ച് നിറച്ച് മുള്ള കഴിക്കാൻ പാടാന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞതാ, ഇങ്ങനെ പൊടിയാട്ടെറിഞ്ഞാൽ മതി. അപ്പൊ ആ മുള്ളെല്ലാം ഇങ്ങനെ മുറിഞ്ഞ് അങ്ങ് പോകും. അപ്പഴത്തേക്ക് കഴിക്കുമ്പോൾ പിള്ളേരുടെ വയലും കൊള്ളത്തില്ല, നമ്മുടെ വയലും കൊള്ളത്തില്ലെന്ന്. അങ്ങനെ അന്നോട്ടെ ഞാൻ പൊടിയാട്ടെറിയും കേട്ടോ. അപ്പോഴത്തേക്കും കോവയ്ക്ക് ഒന്നും ആയില്ല കേട്ടോ. കോവയ്ക്ക് ഇങ്ങനെ വരണ്ട. ഞാൻ പിന്നെ കുറച്ച് തീ കുറച്ചായിരുന്നു കേട്ടോ വെച്ചാൽ ഇത് കരിഞ്ഞു പോയ ഒരുമാതിരി ഇരിക്കും. അപ്പൊ കുറച്ച് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ പറക്കിയിട്ട് എന്നിട്ടേ പുട്ടിന് ആവിയൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ ആ മീനൊക്കെ ബാക്കി വരിഞ്ഞ് എടുത്തു. അപ്പോഴത്തേക്ക് അവൻ പോയി പാലെടുത്തോണ്ട് വരാൻ പറഞ്ഞു. പാലെടുത്തോണ്ടെന്ന് അപ്പോഴത്തേക്ക് കോവയ്ക്ക് ഒരുവിധം സെറ്റ് ചെയ്ത്. ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ ആവത്തുള്ളൂ. ഇനി കൂടുതലായാലും മാതിരി അങ്ങ് കരിഞ്ഞണൊക്കെ ഇപ്പൊ. അപ്പൊ ഇത്രയേ ഉള്ളൂ കോവയ്ക്കയുടെ പണി. അപ്പൊ ഞാൻ കോവയ്ക്ക് ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചു. ഈ പാത്രങ്ങളെല്ലാം കൂടെ വഴി നിരത്തുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാട്ടോ. ഒന്നാമത് എന്റെ അടുക്കള ഒരു ഉമ്മണി അടുക്കള. ഇപ്പോൾ ഉള്ള അടുക്കള എല്ലാം ഇങ്ങനെ ചെറിയ അടുക്കള. പണ്ടത്തെ അടുക്കളയൊക്കെ വലിയ അടുക്കള. എന്റെ വീട്ടിലേക്ക് അടുക്കള ഒരു പടവണ്ടാര അടുക്കളയാ. ഇങ്ങൊന്ന് അങ്ങ് പോണം എന്തെങ്കിലും സാധനം എടുക്കാൻ, അത്രയ്ക്ക് വലിയ അടുക്കള. അന്ന് പക്ഷെ വർക്ക് ഏരിയ സിസ്റ്റം ഇല്ലായിരുന്നേ, അടുക്കള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴല്ലേ വർക്ക് ഏരിയ സിസ്റ്റം വന്നതും. മുമ്പ് അങ്ങനെ വർക്ക് ഏരിയ സിസ്റ്റം ഒന്നുമില്ല. അടുക്കള ഉള്ളി, ഒരൊറ്റ അടുക്കള. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ മീനെ അങ്ങ് പറക്കിയിട്ട് കറി ഒന്ന് തിളച്ചിന്തരാകുമ്പോഴത്തേക്ക് മീനങ്ങ് ഇടും. ഇങ്ങനെയാണ് ഞാൻ തേങ്ങാക്കറി വെക്കുന്നത് കേട്ടോ. പിന്നെ അതിനകത്ത് 5-6 എടുത്ത് പൊരിക്കാൻ വെച്ച് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയുടെ ഒരു പൊടി ഇടും. അതൊരു മണത്തിന് ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിടുന്നത്. അപ്പൊ ഒരു മണമൊക്കെ അടിക്കും. അപ്പൊ കഴിക്കാനൊക്കെ ഒരു സുഖം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത്. അപ്പൊ നമ്മൾ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കാം. കുറച്ച് ഉപ്പിടാൻ ഞാൻ എപ്പോഴും മറന്നു പോകും കേട്ടാ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഉപ്പിട്ടില്ലെന്ന് ഓർത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് മിക്സ് ചെയ്ത്. ഞാൻ ഇന്നാള് തോരൻ വെച്ചില്ലേ, മീൻ തോരൻ വെച്ചപ്പോ അങ്ങോട്ട് വന്നപ്പോ ആതിര ചോദിക്കുന്നുണ്ടായിരുന്നു, ചിന്നു ചേച്ചി അതിനകത്ത് ഉപ്പിട്ടായിരുന്നോന്ന്. ഞാൻ ഉപ്പിട്ടത് കാണിച്ചെന്നാണ് എന്റെ ഓർമ്മ. അവള് ചോദിച്ചത് എന്താന്ന് പിന്നെ ചോദിക്കാനും മറന്നുപോയി. അപ്പൊ ഞാൻ എല്ലാം കഴിഞ്ഞതാണ്ടേ എല്ലാം പറക്കി പുട്ടൊക്കെ തീർന്നു. അപ്പൊ നമുക്ക് ഇനി എന്താ പരിപാടി? നമുക്ക് ഇനി പിള്ളേരെ വിടണം. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു, വലിയൊരു യുദ്ധമായിരുന്നു, ഞാനും എന്റെ കെട്ടിയവനും.
ചോദിക്കാനും അതും ഇതിന്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് ഞാൻ എവിടെ നിന്നുകൊണ്ട് വിളിച്ചു പോകുന്നത്. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചേട്ടാ, വെള്ളം തിളച്ച് ഞാൻ വെള്ളം എടുത്തങ്ങ് മാറ്റിയിട്ട് പാല് കാച്ചാമെന്ന് വെച്ച് ഇൻഡക്ഷനകത്തോട്ടാട്ടെ ഈ വെള്ളവും പാലും ഒക്കെ വെക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അങ്ങ് തിളച്ചു വരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലെടുത്തോണ്ടൊന്ന് കുപ്പീനെ ഒന്ന് കഴുകി വെച്ചു. അല്ലെ കുപ്പിക്ക് എന്ത് തോന്നും, അതുകൊണ്ട് കുപ്പിയും കൂടെ കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് ഫ്രൈ പാൻ എടുത്തോണ്ടൊന്ന് മീൻ പൊരിക്കാനായിട്ട് വെച്ച്. ഈ മീൻ പൊരിക്കാനായിട്ട് വെച്ച് കറിക്ക് ഉപ്പ് നോക്കിയപ്പോൾ കറിക്ക് ഉപ്പ് കുറവ്. അവിടെ നിന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നത്, എന്റെ മുഖം ഇരിക്കുന്നുണ്ടോ, കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്ത് കാര്യവും നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കണമെന്നേ, ഒരു വക നോക്കിയെടുക്കാനും കഴിയത്തില്ല, പറയാനും കഴിയത്തില്ല, എല്ലാം നമ്മളിങ്ങനെ പുറക്കടക്കണം. ഞാൻ പാല് കാച്ചിയപ്പോൾ കുറച്ച് ചായക്ക് എനിക്ക് കൊടുക്കും കേട്ടോ. ഞാൻ രാവിലെ ഒരു ചായ കുടിക്കും. രാവിലെ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു സുഖമാണ്. ഇപ്പൊ കുറച്ച് നാളുകൊണ്ടുള്ള ശീലം കേട്ടോ. അതിനനുസരിച്ച് വണ്ണവും കൂടുന്നുണ്ട് നല്ല രീതിയിൽ. രാവിലെയും വൈകിട്ടും ഇപ്പൊ ചായ കുടിയുണ്ട് സ്ഥിരം. അപ്പൊ മീനൊക്കെ ഒരു സൈഡ് വെന്ത് വന്നു. അപ്പൊ മീനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇത് പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും കേട്ടോ. എന്റെ മോള് പറയും നല്ല അങ്ങ് മുരിച്ചെടുക്കണമെന്ന്. പക്ഷെ മുരിഞ്ഞു പോയൊരു തിന്നാനൊരു ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു പരുവത്തിൽ അങ്ങ് മുരിച്ചെടുക്കത്തുള്ളൂ. ഇത്രയൊക്കെ ആയതേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മുരിച്ചത്. പിന്നെ മീൻകറി ഉണ്ടാ, മീൻകറിയും ഒരു വിധമൊക്കെ തിളച്ച് പറ്റി ഒരു വിധമൊക്കെ ആയി. ഇത്രയൊക്കെ ഉള്ളു മീൻകറി. അപ്പൊ രാവിലെ നമ്മള് അടുക്കളപ്പണിയെല്ലാം ഒരു വിധമൊക്കെ തീർന്നു. കോവയ്ക്ക വിഴുക്കുവരട്ടി എല്ലാം കഞ്ഞി. രാവിലെ 8:30 ആയതേ ഉള്ളൂ കേട്ടോ. 8:30 ആകുമ്പോഴേ എന്റെ പണിയൊക്കെ തീരും. കണ്ടോ, കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അരി ഞാൻ പൊടിപ്പിക്കാനായിട്ട് എടുത്ത് ഇത്രയും വലിയൊരു പാത്രം എനിക്കുണ്ട് കേട്ടോ. ഇതിന് 6 കിലോ അരിയുണ്ട്. അതിന് വന്ന് കഴുകി ഉണക്കാൻ വെച്ച് നോക്കിയ തൂക്കാൻ വെച്ച് അന്നേരം പുറത്തൊരു പേപ്പർ എടുത്തിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ.